സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ജനറേഷൻ ടു. ജനറേഷൻ ടു എന്ന് പറയുമ്പോൾ ആദ്യത്തെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ കടികളായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യത്തെ കട്ട് ചെയ്തതിൻ്റെ കുറച്ച് പീസ് നമ്മൾ മുകളിലത്തെ തണ്ട് ഭാഗം മാറ്റി വെച്ചില്ലേ, അവരാണ് ഇവർ. സോ അവരും നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് അടിയിൽ നല്ല രീതിയിൽ മണ്ണൊക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നല്ല ഉഷാറൊക്കെ വന്നിട്ടുണ്ട്. ഉണ്ടോ? അപ്പോൾ ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ യാദൃശികമായി കരിമ്പ് കൃഷി ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് കടന്നു. അതായത് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ നിന്ന് ഒരു കരിമ്പിൻ്റെ കഷ്ണം കിട്ടി. ആ കരിമ്പ് ഒരു കഷ്ണം വെറുതെ നമ്മൾ ഇട്ട് നോക്കിയതായിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണമുണ്ടായി. ആ ഒരെണ്ണമുണ്ടായ മദർ പ്ലാന്റിൽ നിന്നും ഒരുപാട് ബഡ് അടിയിൽ പൊട്ടി മുളച്ച് വളരെ നന്നായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സീസൺ കഴിഞ്ഞു, രണ്ടാമത്തെ സീസൺ. പിന്നീട് നമ്മൾ ഒരിക്കൽ വെച്ച് കഴിഞ്ഞാൽ ഇത് 3 കൊല്ലം വരെ അല്ലെങ്കിൽ 4 കൊല്ലം വരെ അതിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെ പൊട്ടി മുളച്ചുകൊണ്ടേയിരിക്കും. നമ്മൾക്ക് പിന്നെ വീണ്ടും കൊണ്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഫുൾ കരിമ്പ് മെച്ചുറായ ശേഷം വെട്ടുന്നതിന് ശേഷം അതിൻ്റെ തലഭാഗമാണ് നമ്മൾ വെട്ടിയിട്ട് വെക്കുക. തലഭാഗം വെട്ടിയിട്ട് ചെരിച്ച് കടത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും കുറേ മുള പൊട്ടിയിട്ട് വരും. മലയാളികൾക്കുള്ളൊരു പൊതുവെ ധാരണയുണ്ട്, കരിമ്പിൻ്റെ വേര് കൊണ്ടിട്ട് നിർത്തി വെച്ച് കഴിഞ്ഞാൽ നിറയെ ഉണ്ടാവുന്നതാണ്. ഞാനും അതുതന്നെയായിരുന്നു ആദ്യം പണ്ട് ചെയ്തത്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അതങ്ങനെയല്ല. നമുക്ക് അതിൻ്റെ തലഭാഗമാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഉണ്ടാവുക. ആ ഒരു തലഭാഗം വെച്ചെന്ന് ഒറ്റൊന്നും കണ്ടുണ്ടോ, 1 2 3 3 പൊട്ടി മുളച്ചത്. അപ്പോൾ തലഭാഗം അങ്ങോട്ട് കടത്തി വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല സ്പീഡിലാണ് സംഭവം വന്നത്. സോ ഗായ്സ്, നമ്മൾ കരിമ്പ് വെട്ടാൻ പോവാണ്. വരൂ. നോക്കൂ, നമ്മുടെ കരിമ്പൊക്കെ വലുതായി. നമ്മൾ 1 കൊല്ലം ആവുന്നു ഏകദേശം. സോ ദിസ് ഈസ് ടൈം ഫോർ ഹാർവെസ്റ്റിംഗ്. കമാൺ. കണ്ടോ, ഒരുപാട് കുട്ടിക്കരിമ്പൊക്കെ വന്നു തുടങ്ങി. സോ അപ്പോൾ വലുതൊക്കെ മൂത്തിട്ടുണ്ട്, നമുക്ക് വെട്ടാറായി. അപ്പോൾ ആദ്യം നമുക്ക് താഴത്തേക്ക് നിൽക്കുന്ന 2 വെട്ടാം. ഓക്കെ, കുഴങ്ങിയത് വെട്ടേണ്ട ആവശ്യം വന്നില്ല. ഒരെണ്ണം സെറ്റ്. പറ്റത്തിലുണ്ട്. കണ്ടാ, ഈ ബാക്കിൽ 2 ഫുൾ കരിമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മൾ കൃഷി ചെയ്ത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ തലഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നമുക്ക് വെട്ടിയിട്ട് റീപ്ലാന്റ് ചെയ്യാം. റീപ്ലാന്റ് ചെയ്താൽ പെട്ടെന്ന് വരും. ഓക്കെ, അപ്പോൾ അതും ചെയ്യാം. ബാക്കി ജ്യൂസ് അടിക്കാം. കമാൺ, കുടിക്കാം. ഓക്കെ, അറിയണ്ടല്ലോ, അറിയണ്ടല്ലോ. നമ്മൾ കുഴിച്ചിടാൻ പോണത് കേട്ടോ. മൂന്നെണ്ണം നമുക്ക് കുഴിച്ചിടാം. സൂപ്പറാവും. ബാക്കി നമുക്ക് മറ്റേ നവമിക്ക് പൂജയ്ക്ക് നമുക്ക് ഇത് വെട്ടാം. ഓക്കെ.
നേരത്തെ കാണിച്ചില്ലേ, അതിൻ്റെ തല വെട്ടിയിട്ട് കുഴിച്ചിട്ട ഇതാണ്. അതൊക്കെ വീണ്ടും മുളച്ച് തുടങ്ങി. ഇങ്ങനെയാണ് ആദ്യം വരിക. ഇങ്ങനെ ചെറിയതായിട്ട് മുളച്ച് കിട്ടും. ഓക്കെ, വലിയ മെയിൻ്റനൻസ് ഒന്നും വേണ്ട, അതിന് സിമ്പിളായിട്ട് ഉണ്ടായിക്കോളും. പിന്നെ ഓൾറെഡി വെട്ടിയതിൻ്റെ ചോട്ടിൽ നിറയെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു കൊടുക്കും. കുറച്ച് നനയും കുറച്ച് വളവും അത്രേ വേണ്ടുള്ളൂ. Let us go. Okay, bye. Juicy, tasty. നമ്മൾ ഒരു ഗ്ലാസ് കരിമ്പ് ജ്യൂസ് ഫ്രഷ് ഫ്രം ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോളൂ, ഇന്ന് കുടിച്ചു നോക്കട്ടെ. ഹലോ, അപ്പോൾ നമ്മൾ കരിമ്പ് കൃഷി ഇതിൻ്റെ അവസാനത്തെ സ്റ്റേജ് എത്തി. ഇതാണ് നമ്മൾ കരിമ്പ് എടുത്തത്. ഇത് കണ്ടോ, നമുക്ക് ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും ലെങ്ത്തിലാണ് കരിമ്പിൻ്റെ കമ്പ് വന്നിരിക്കുന്നത്. ഇത് തന്നെ നല്ലൊരു സംഭവമാണ്. ഫുൾ നല്ല ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത്. ആവശ്യത്തിന് നല്ല തടിയുണ്ട്, നല്ല മധുരമുണ്ട് കഴിച്ചു നോക്കിയപ്പോൾ. അപ്പോൾ നിങ്ങളും വഴിയോരത്ത് കൂടെ പോകുമ്പോൾ ജ്യൂസ് കുടിക്കുന്ന ഭാഗത്ത് ജ്യൂസ് കുടിച്ചതിന് ശേഷം കുറച്ച് അധികം ഉണങ്ങാത്ത പഴുക്കാത്തൊരു സാധനം എടുത്തിട്ട് ഒരു കഷ്ണം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ മതി. വളരെ നന്നായിട്ട് ഇതുണ്ടാവും. ഇതിന് കുറച്ച് വളവും കുറച്ച് വെളിച്ചവും കുറച്ച് വെള്ളവും ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലും നല്ലൊരു കരിമ്പിൻ്റെ തോട്ടം സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കരിമ്പ് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, ഇതെങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാം എന്നതും നമുക്ക് ഒരു വിദ്യ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിലിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈ കരിമ്പിൻ്റെ ജ്യൂസ് ഫ്രഷായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കൂടും കണ്ടോളൂ. അപ്പോൾ നമ്മളെ കരിമ്പ് കൃഷി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ശ്രീജിത്ത് വിലാസ്.